ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു പുലിക്കുട്ടിയുടെ അടുത്താണ് കേട്ടോ. അപ്പോൾ ആ പുലിക്കുട്ടിയെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. വേറൊന്നുമില്ല, 1970-കളിൽ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്ന സമയത്ത് നമ്മുടെ ഇന്ത്യൻ നേവിക്ക് ഒരു പുലിക്കുട്ടി ഉണ്ടായിരുന്നു, ഒരു ഫൈറ്റർ വിമാനം ഉണ്ടായിരുന്നു. ടൈഗർ സ്ക്വാഡ്രനിലാണ് ഉണ്ടായിരുന്നത്. സോ അപ്പോൾ ആ ഒരു വിമാനം നമ്മുടെ വെള്ളയമ്പലത്താണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടിയിൽ പോകുന്ന സമയത്തൊക്കെ ഇത് കാണുന്നതാണ്. പക്ഷേ ഞാനും അതുപോലെ പണ്ടൊക്കെ ഒരുപാട് തവണ ഇതുവഴി വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിത് കണ്ടിട്ടുമുണ്ട്. പക്ഷേ എന്താണ്, ആ ഒരു സമയത്ത് ഇതിൻ്റെ വില എന്താണെന്ന് നമുക്കറിയില്ല. ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കിയത് നമ്മുടെ രാജ്യം എത്രത്തോളം പവർഫുൾ ആണെന്നുള്ളതാണ്. നമ്മുടെ ഡിഫൻസ് സിസ്റ്റവും എല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്ത ഒരു പുലിക്കുട്ടീനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് 1971 ആ ഒരു സമയത്ത് INS വിക്രാന്തിൽ നിന്ന് പറന്നുയർന്ന് ചിറ്റഗോങ് പോർട്ടിനെ അറ്റാക്ക് ചെയ്ത മുതലാണ് ഈ കിടക്കുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. സോ ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, പണ്ട് ഞാൻ ഈ കുഞ്ഞായിരുന്ന സമയത്താണ് കേട്ടോ ഈ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് വെറും ഒരു ഡെമോയാണ്, അവർ ചെയ്തു വെച്ചേക്കുന്നതാണ് ആൾക്കാർക്ക് കാണാൻ വേണ്ടിയിട്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇത് ഒറിജിനൽ വിമാനമാണ് ഗൈസ്, ഒറിജിനൽ വിമാനം. അവരുടെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് ഇവിടെ സൂക്ഷിക്കുകയാണ്. ഡെഡിക്കേറ്റഡ് ബൈ ഇന്ത്യൻ നേവി എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയ്ക്കും ചരിത്ര പ്രാധാന്യമുള്ളൊരു സാധനമാണ് ഈ കിടക്കുന്നതെന്ന് ആലോചിക്കണം ഗൈസ്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് ഇജക്ഷൻ സീറ്റ്, ഡേഞ്ചർ 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 എന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വേറെ സംഭവം കാണിച്ചു തരാം. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കാരണം ഫ്രണ്ടിൽ സീഹോക്ക് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇതിൻ്റെ തൊട്ട് സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഇജക്ഷൻ സീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പി കാണാൻ പറ്റും. ഇത് കണ്ടോ, ഇത് പിടിച്ച് നമ്മൾ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സീറ്റ് ഇജക്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതായത് നമ്മൾ ഈ യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ എന്താണ് ഈ ഓപ്പോസിറ്റ് ചെയ്യുന്ന ആൾക്കാർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് പ്ലെയിൻ ഡാമേജ് ആവുന്ന സമയത്ത് പൈലറ്റിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഇപ്പോൾ സീറ്റ് ഇജക്റ്റ് ചെയ്തിട്ടാണ് അവർ പുറത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സാധനം പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ് ഇജക്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ഈ ഒരു വിങ്സ് കണ്ടില്ലേ, ഈ വിങ്സിൻ്റെ അടിയിലായിരിക്കും നമ്മുടെ ആ ഒരു റോക്കറ്റും കാര്യങ്ങളെല്ലാം വരുന്നത്. 24 റോക്കറ്റ് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു യുദ്ധവിമാനമാണ് നമ്മുടെ സീഹോക്ക് എന്ന് പറയുന്നത്. അതുപോലെ 4 തോക്ക്, അതുപോലെ 6 ബോംബുകൾ. സീഹോക്കിൻ്റെ അടിഭാഗത്തുള്ള ആ ഒരു പോർഷനും അതുപോലെ ടെയിലെൻഡും ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ എന്തായാലും നമ്മൾ പാകിസ്ഥാന് നല്ലൊരു തിരിച്ചടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി തിരിച്ചടിച്ചാൽ അതിലും ശക്തിയായിട്ട് നമ്മൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഈ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് നമ്മൾ പഴയ കാര്യങ്ങളൊന്നും മറക്കാൻ പാടില്ല, അല്ലെങ്കിൽ പഴയ ആൾക്കാരെയൊന്നും മറക്കാൻ പാടില്ല. കാരണം നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി പൊരുതി വിജയിച്ച് വന്നൊരു വിമാനമാണ്, ഒരു പോർ വിമാനമാണ്, നമ്മുടെ സ്വന്തം നേവിയുടെ വിമാനമാണ് ഈ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഉറപ്പായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ കുഞ്ഞുങ്ങളോടും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്, ഈ ഒരു വിമാനത്തിൻ്റെ ഇമ്പോർട്ടൻസ്. കൃത്യമായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ എല്ലാ കാര്യങ്ങളും എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇതുവഴി പാസ് ചെയ്യുന്ന സമയത്ത് കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു കൊടുക്കുക, നമ്മുടെ ടൈഗർ സ്ക്വാഡ്രനിൽ ഉണ്ടായിരുന്ന ഒരു പുലിക്കുട്ടിയാണ് ഈ കിടക്കുന്നതെന്നുള്ളത്. ഓക്കെ, നിങ്ങൾ തരുന്നൊരു സപ്പോർട്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എനിക്ക്. കാരണം ഇപ്പോൾ നമുക്ക് ഏകദേശം 500 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ 500 സബ്സ്ക്രൈബേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ മാക്സിമം എഫേർട്ട് ഞാൻ എടുക്കും. ഞാൻ ഇനിയും വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നുകൊണ്ടേയിരിക്കുക. എന്തായാലും എനിക്ക് 500 സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒരുപാട് ആൾക്കാർ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ വീഡിയോ നന്നാവുന്നുണ്ടെങ്കിൽ അവർ നന്നാവുന്നു എന്ന് പറയുന്നു, ചീത്തയാണെന്നുണ്ടെങ്കിൽ ചീത്തയാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ സജഷൻസ് പറയുന്നു. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളിവിടെ ഇടുന്ന ഒരു എഫേർട്ടിന് അവർ ആ ഒരു കാര്യങ്ങളൊക്കെ സജഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇന്ന കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഞാൻ നിങ്ങളെ നിരാശപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് നല്ല വീഡിയോസ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.